എല്ലാവർക്കും നമസ്കാരം. ഹാപ്പി ക്രിസ്മസ്, ഹാപ്പി ന്യൂ ഇയർ എല്ലാം ഞാൻ പറയാം. കുറച്ച് തിരക്കിലായിപ്പോയി, നല്ല തിരക്കായിരുന്നു. ക്രിസ്മസിന് അന്ന് ലീവ് എടുക്കാൻ പറ്റിയിട്ടില്ല, തിരക്ക് കാരണം. നിങ്ങൾക്ക് ക്രിസ്മസ് ന്യൂ ഇയർ ഓഫർ ഞാൻ തരുന്നുണ്ട്. തിരക്കിൻ്റെ ഇടയിൽ അത് നടക്കാനിട്ടാണ്. അത് ഞാൻ ഈ ജനുവരിയിലാണ് തരാൻ ഉദ്ദേശിക്കുന്നത്. അതൊക്കെ അവിടെ സൈഡ് വെച്ചിട്ട് നമുക്ക് കാര്യത്തിലോട്ട് കിടക്കാം. ഫസ്റ്റ് ഓഫ് ഓൾ, നിങ്ങൾക്ക് ഉള്ള കുറച്ച് ഡൗട്ട് ക്ലാരിഫൈ ചെയ്യാനാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത്. അതായത് ആദ്യം തന്നെ എല്ലാവരും ചോദിക്കുന്ന കാര്യമാണ്, നമ്മൾ ഈ ട്രീറ്റ്മെൻറ്റ് SCT ചെയ്ത് കഴിഞ്ഞിട്ട് എന്തുകൊണ്ട് ഡോക്ടർ പറയണം മുട്ടേൻ്റെ വെള്ള കഴിക്കാൻ പാടില്ല. ഈ മുട്ടേൻ്റെ വെള്ള എന്ന് ഉദ്ദേശിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ റോ എഗ്ഗോ അല്ലെങ്കിൽ ഹാഫ് ബോയിൽഡ് എഗ്ഗോ ആണ്. നന്നായിട്ട് ബോയിലായിട്ടുള്ള എഗ്ഗും അല്ലെങ്കിൽ ഓംലെറ്റോ അല്ലെങ്കിൽ ഫ്രൈ ചെയ്ത മുട്ട ഫ്രൈയോ അങ്ങനെയൊക്കെ ആണെങ്കിലും കുഴപ്പമൊന്നുമില്ല. പക്ഷേ റോ എഗ്ഗും ഹാഫ് ബോയിൽഡ് എഗ്ഗുമാണ് നമ്മൾ ഉപേക്ഷിക്കണമെന്ന് ആദ്യത്തെ ഒരു മാസം എന്ന് പറയുന്നത്. എന്തുകൊണ്ടെന്ന് വെച്ചാൽ ഈ രണ്ട് സാധനത്തിലും അവിഡിൻ എന്ന് പറഞ്ഞൊരു പ്രോട്ടീൻ ഉണ്ട്. ഈ അവിഡിൻ എന്താ ചെയ്യുക വെച്ചാൽ നമ്മളെ ശരീരത്തിലുള്ള ബയോട്ടിൻ ബൈൻഡ് ചെയ്യേണ്ട റിസപ്റ്റർ പോയിട്ട് ഈ അവിഡിൻ പോയി നിൽക്കും. അപ്പോൾ ബയോട്ടിൻ എന്ന് പറഞ്ഞ വിറ്റാമിൻ ബൈൻഡ് ചെയ്യാൻ സ്ഥലമില്ലാതെ പോകും. അതുകൊണ്ട് ബയോട്ടിൻ എന്ന് പറഞ്ഞ സംഭവം നിങ്ങൾക്ക് എല്ലാവർക്കും അറിയുണ്ടാവും, മുടിക്ക് വേണ്ട ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള വൈറ്റമിനാണ്. അത് നമ്മൾ ഈ ട്രീറ്റ്മെൻറ്റ് SCT ചെയ്ത് കഴിഞ്ഞിട്ട് എല്ലാവർക്കും ഒരു മാസത്തേക്ക് കഴിക്കാൻ കൊടുക്കുന്നുണ്ട്. അപ്പോൾ ആ ബയോട്ടിൻ കഴിക്കുന്ന സമയത്ത് നമ്മൾ ഈ മുട്ടയുടെ വെള്ള അടങ്ങിയ അവിഡിൻ അടങ്ങിയ മുട്ടയുടെ വെള്ള കഴിക്കുമ്പോൾ ബയോട്ടിൻ ചെന്ന് ബൈൻഡ് ചെയ്ത് അതിൻ്റെ ഫങ്ഷൻ നടത്തേണ്ട സ്ഥലങ്ങളുണ്ടല്ലോ. അതായത് എവിടെയാണോ ആ റിസപ്റ്റർ പോയിട്ട് ബൈൻഡ് ചെയ്താലാണ് ബയോട്ടിൻ്റെ പ്രവർത്തനം തുടങ്ങുക. ആ പ്രവർത്തനം തുടങ്ങേണ്ട ഇത് ബ്ലോക്ക് ചെയ്യും ഈ അവിഡിൻ. അതായത് ബയോട്ടിൻ നമ്മൾ വെറുതെ കഴിച്ച പോലെ ആയിരിക്കും. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് ആദ്യത്തെ ഒരു മാസം നിങ്ങൾ മുട്ടേൻ്റെ വെള്ള, എസ്പെഷ്യലി റോ എഗ് ആൻഡ് ഹാഫ് ബോയിൽഡ് എഗ് ഒഴിവാക്കണം എന്ന് പറഞ്ഞത്. രണ്ടാമത്തെ എല്ലാവരും ചോദിക്കുന്നൊരു ഡൗട്ടാണ്, എന്താണ് നിങ്ങൾ അണ്ടിപ്പരിപ്പ് ഒഴിവാക്കണം എന്ന് പറയാൻ കാരണം. ഈ അണ്ടിപ്പരിപ്പ് എന്ന് പറഞ്ഞ സാധനം നമ്മൾ വീട്ടിൽ മീൻസ് എൻ്റെ നാട്ടിലൊക്കെ ഞങ്ങൾ വീട്ടിൽ ചുടാറുണ്ട്. മീൻസ് കശുവണ്ടി ഇതുണ്ടാകുമ്പോൾ അവിടുന്ന് ചൂടാറുണ്ട്. ആ അണ്ടിപ്പരിപ്പല്ല ഞാൻ ഉദ്ദേശിച്ച് വാങ്ങാൻ കിട്ടുന്ന അണ്ടിപ്പരിപ്പാണ്. ഈ വാങ്ങാൻ കിട്ടുന്ന അണ്ടിപ്പരിപ്പിലുള്ള മെയിൻ പ്രോബ്ലം എന്താ വെച്ചാൽ അതിലൊക്കെ സെലേനിയം എന്ന് പറഞ്ഞൊരു സാധനം, സെലേനിയം എന്ന് പറഞ്ഞൊരു മിനറലാണ്. അത് ഒരു കോമ്പൗണ്ടാണ്. അത് എന്ന് വെച്ചാൽ മുടിക്ക് ഏറ്റവും ആവശ്യമുള്ളൊരു സാധനം തന്നെയാണ്. പക്ഷേ ഓവർ ഡോസ് ആയാൽ അത് മുടി ഒഴിച്ചിലിന് ഉണ്ടാക്കുന്നു. അപ്പോൾ ഇപ്പോൾ കുറച്ച് കാലമായിട്ട് ഈ അണ്ടിപ്പരിപ്പിലൊക്കെ അധികം ടേസ്റ്റിന് വേണ്ടിയിട്ടും കാര്യങ്ങൾക്ക് വേണ്ടിയിട്ടും അതിൻ്റെ പല കാരണങ്ങളാൽ അവർ സെലേനിയം വളരെ കൂടുതലായിട്ട് മാനുഫാക്ചേഴ്സ് ആഡ് ചെയ്യാറുണ്ട്. അപ്പോൾ ഈ സെലേനിയം ഓവർ ഡോസ്, അതായത് ബോഡിക്ക് ആവശ്യമുള്ള സെലേനിയത്തിനേക്കാൾ കൂടുതൽ സെലേനിയം വരുമ്പോൾ നമുക്കുള്ള പ്രോബ്ലം എന്താ വെച്ചാൽ അവർക്ക് മുടി കൊഴിയാൻ തുടങ്ങും. അതായത് ഓവർ ഡോസ് ഓഫ് സെലേനിയം കാൻ കോസ് ഹെയർ ഫോൾ. അപ്പോൾ അതൊക്കെ പ്രിവെൻറ്റ് ചെയ്യാനാണ് നട്ട്സ് ഡെയിലി കഴിക്കരുത് എന്ന് ഞാൻ ഉദ്ദേശിച്ചത്. ഓക്കെ. പിന്നെ അടുത്ത ക്വസ്റ്റ്യൻ, ഈ ഡെർമ റോളർ എന്തുകൊണ്ട് ഡോക്ടർ പറയണു ഡെയിലി ഉപയോഗിക്കുക? ചില ആളുകളോട് ഒന്നരാടനെ ഉപയോഗിക്കാൻ പറയണു. അതെന്തുകൊണ്ടാണ്? ഈ ഡെർമ റോളിംഗ് എന്ന് പറഞ്ഞ സംഭവം നിങ്ങൾ ഡെയിലി ഉപയോഗിക്കുക എന്ന് പറയുന്നത് വിത്തൗട്ട് പ്രിക്കിങ്, അതായത് ഒരു രീതിയിലും പ്രഷർ കൊടുക്കാതെ ചെയ്യുമ്പോഴാണ് ഡെയിലി യൂസ് ചെയ്യുക എന്ന് പറയുന്നത്. അതായത് പ്രഷറേ കൊടുക്കാതെ ചെയ്യാം. ഫ്രീ ഹാൻഡ് ചെയ്യുകയാണെങ്കിൽ ഡെയിലി യൂസ് ചെയ്യുക. അതല്ല, നിങ്ങൾ പ്രഷർ കൊടുത്ത് നോർമൽ ഒരു മൈൽഡ് പ്രഷറെങ്കിലും കൊടുത്ത് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് ആഴ്ചയിൽ 1-2 തവണ യൂസ് ചെയ്യാൻ പാടുള്ളൂ. കാരണം എന്താ വെച്ചാൽ കൂടുതൽ നേരം നമ്മൾ ഇത് യൂസ് ചെയ്ത് കഴിഞ്ഞാൽ, അതായത് പ്രഷർ കൊടുത്തിട്ടാണ് ഡെയിലി യൂസ് ചെയ്യണമെന്ന് എങ്കിൽ ഉള്ള പ്രോബ്ലം എന്താ വെച്ചാൽ സ്കാറിങ് എന്ന് പറഞ്ഞൊരു സംഭവം ഉണ്ടാകും. അങ്ങനെ സ്കാറിങ് അലോപേഷ്യ എന്ന് പറഞ്ഞ സംഭവത്തിലോട്ട് നീങ്ങാൻ ചാൻസ് ഉണ്ട്. അതുകൊണ്ട് പ്രഷർ കൊടുക്കാതെ മൈൽഡായിട്ട് ചെയ്താൽ മതി. അതാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. മനസ്സിലായില്ലേ? അടുത്തൊരു സംഭവം എല്ലാവരും ചോദിക്കുന്ന കാര്യം എന്താ വെച്ചാൽ, നിങ്ങൾ എന്തുകൊണ്ട് ഈ ഹെൽമെറ്റ് വെക്കുമ്പോൾ ടവല് പോരാ, മൈക്രോഫൈബർ ക്ലോത്ത് തന്നെ വേണം എന്ന് പറയുന്നത്. കാരണം ഇൻസുലേഷന് വേണ്ടിയിട്ടാണ്. കാരണം മൈക്രോഫൈബർ ക്ലോത്ത് മടക്കി വെക്കുമ്പോൾ കുറച്ച് കട്ടി കൂടുതലുണ്ട്, ടവലാകുമ്പോൾ ആ കട്ടിയില്ല. അപ്പോൾ ഹീറ്റ് നമ്മളെ ഹെൽമെറ്റ് വഴി ഉള്ളിലോട്ട് നമ്മളെ തലയിലോട്ട് ട്രാൻസ്മിറ്റ് ചെയ്യുന്നത് ടവല് വഴി കൂടുതലും മറ്റേ നമ്മുടെ മൈക്രോഫൈബർ ക്ലോത്ത് ആകുമ്പോൾ കുറവായിരിക്കും. അപ്പോൾ അത് വളരെ വലിയൊരു ചേഞ്ചാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ നമ്മളെ മുടീൻ്റെ എവിടെയാണോ ഈ ഹീറ്റ് ഇങ്ങനെ കോൺസെൻട്രേറ്റ് ചെയ്ത് കിട്ടിക്കൊണ്ടിരിക്കുന്നത്, നമ്മൾ അവിടെ ഒരു വട്ടത്തിൽ ഇങ്ങനെ മുടി പോകാൻ തുടങ്ങും. ഓക്കെ. പിന്നെ വേറൊരു സംഭവം എന്താ വെച്ചാൽ, ഈ മുടി നമ്മൾ SCT ചെയ്ത് കഴിഞ്ഞാൽ ഒരു മുടി ഒഴിച്ചിലുണ്ടാവുമോ? SCT ചെയ്ത് കഴിഞ്ഞാലും ഈവൻ നിങ്ങളൊരു GFC ചെയ്ത് കഴിഞ്ഞാൽ പോലും നിങ്ങൾക്ക് ഒരു ഷെഡിങ് ഫേസ് ഉണ്ടാവും. ഈ ഷെഡിങ് ഫേസ് ഉണ്ടാവണം. അതാണ് അതിൻ്റെ ഒരു എന്താ പറയുക, വേണ്ട കാര്യമാണ് ഷെഡിങ് ഫേസ്.
ഇപ്പോൾ നിങ്ങളിപ്പോൾ SCT ചെയ്തിട്ടോ അല്ലെങ്കിൽ GFC ചെയ്തിട്ടോ അല്ലെങ്കിൽ PRP ചെയ്തിട്ട് പോലും ഇപ്പോൾ നിങ്ങൾ ഷെഡിങ് ഫേസ് ഇല്ലെങ്കിൽ അതിനർത്ഥം എന്താ വെച്ചാൽ നിങ്ങൾ ചെയ്ത ട്രീറ്റ്മെൻറ്റ് ഏറ്റിട്ടില്ല എന്നാണ് അതിൻ്റെ അർത്ഥം. അതായത് ആക്ച്വലി ഒരു 6 ആഴ്ചയ്ക്കുള്ളിൽ ഈ ഒരു സാധനം കുറച്ച് കൊഴിച്ചിലുണ്ടാവും. ആ കൊഴിച്ചിൽ എന്ന് പറയുന്നത് ഏകദേശം എപ്പോഴാണോ ഈ ഗ്രോത്ത് ഫേസിലോട്ട് നമ്മളെ മുടികൾ എത്തുന്നത് അപ്പോൾ അത് നിൽക്കും. അതിനാണ് ടീലോജൻ എഫ്ലൂവിയ എന്ന് പറയുന്നത്. അത് ഒരു പേരും പേടിക്കാത്ത കേസാണ്. അത് ഈവൻ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയണ്ടാവും. നിങ്ങൾ ട്രാൻസ്പ്ലാന്റ് ചെയ്താൽ പോലും മുടി കൊഴിച്ചിലുണ്ടാവും. ഇത് അത്ര വലിയ കൂടുതൽ മുടി കൊഴിച്ചിലൊന്നുമില്ല, ലൈറ്റായിട്ടുള്ള ഹെയർ ഫോൾ ഉണ്ടാവും. അത് പക്ഷേ കുറച്ച് കഴിഞ്ഞാൽ ഒരു 4 ആഴ്ച അല്ലെങ്കിൽ ഏറി വന്ന ഒരു 6 ആഴ്ചക്കുള്ളിൽ സ്റ്റോപ്പ് ആവും. പിന്നെ അപ്പം തൊട്ടാണ് ഗ്രോത്ത് വളരെ കൂടുതലായിട്ട് കാണാൻ തുടങ്ങുക. അപ്പോൾ അത് എന്തെങ്കിലും ഡൗട്ടുകളുണ്ടെങ്കിൽ അത് എനിക്കൊന്ന് കമൻറ്റ് സെക്ഷനിൽ അടിയിൽ എഴുതിയിടുക. അതിനുള്ള ഉത്തരങ്ങളും കൂടി ഞാൻ പറഞ്ഞുതരാം. ഓക്കെ, താങ്ക് യു. ഹാവ് എ നൈസ് ഡേ.